നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. തമിഴ്നാട് തേനിയിൽ വാഹനാപകടം. 3 കോട്ടയം സ്വദേശികൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. അപകടം വേളാങ്കണ്ണിക്ക് പോയി മടങ്ങി വരും വഴി. പാലാ കുമ്പാനിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ട് 17-കാരന് ദാരുണാന്ത്യം. ആഗോള പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന് സാക്ഷ്യം വഹിച്ച പാലാ സെന്റ് തോമസ് കോളേജ്. വ്യക്തിത്വ രൂപീകരണത്തിൽ കലാലയങ്ങളുടെ പങ്ക് വലുതെന്ന് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. സ്ത്രീകളെ ആത്മാഭിമാനത്തിലേക്ക് നയിച്ചത് ഇടതു പ്രസ്ഥാനങ്ങളെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. CPIM മഹിളാ അസോസിയേഷൻ വനിതാ സംഗമം സമാപിച്ചു. വാർത്തകൾ വിശദമായി. തമിഴ്നാട് തേനിയിൽ കോട്ടയം കുറവിലങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ കുറവിലങ്ങാട് കുര്യം സ്വദേശികളായ 3 പേർ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തമിഴ്നാട് തേനിയിൽ കോട്ടയം കുറവിലങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ടൂറിസ്റ്റ് ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ശനിയാഴ്ച പുലർച്ചെ 5:30 മണിയോടെയായിരുന്നു അപകടത്തിൽ കുറവിലങ്ങാട് കുര്യം സ്വദേശികളായ 3 പേർ മരിച്ചു, ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. കോയിക്കൽ ജെയിൻ തോമസ്, കാഞ്ഞിരത്തിങ്കൽ സോണിമോൻ, അമ്പലത്തിങ്കൽ ജോബിഷ് തോമസ് എന്നിവരാണ് മരിച്ചത്. വേളാങ്കണ്ണി പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ മിനി ടൂറിസ്റ്റ് ബസ് റോഡിന്റെ ഒരു വശത്തേക്ക് മറിഞ്ഞു. ബസ്സിലുണ്ടായിരുന്ന 18 പേർക്കും പരിക്കുണ്ട്. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച രാത്രിയോടെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കുമ്പാനിയിൽ ബൈക്ക് പിക്കപ്പ് വാനിലിടിച്ച് 17-കാരൻ മരിച്ചു. വെള്ളിയപ്പള്ളി കുന്നത്തുപറമ്പിൽ അഭിലാഷാണ് മരിച്ചത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലാ പൊൻകുന്നം റോഡിൽ കുമ്പാനിയിൽ ബൈക്ക് പിക്കപ്പ് ജീപ്പിലിടിച്ച് യുവാവ് മരിച്ചു. വെള്ളിയപ്പള്ളി കുന്നത്തുപറമ്പിൽ അഭിലാഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. അഭിലാഷിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് എബിന് പരിക്കേറ്റു. അഭിലാഷിനെ ചേർപ്പുങ്കൽ മാർസ്ലീവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. എബിൻ ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ബൈക്കിന്റെ മുൻചക്രത്തിന്റെ റിം പൊട്ടി തകർന്നു. എഞ്ചിൻ ഭാഗങ്ങളടക്കം അപകടത്തിൽ തകർന്നു. പാലാ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ കലാലയങ്ങൾക്കുള്ള പങ്ക് വളരെ നിസ്തുലമെന്ന് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ കലാലയങ്ങൾക്കുള്ള പങ്ക് വളരെ നിശ്ചലമാണെന്ന് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആഗോള പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന്റെ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം ക്രാന്തദർശികളായ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ അധ്വാന ഫലമാണ്. പ്രശ്നസങ്കീർണമായ ഈ കാലഘട്ടത്തിൽ സ്നേഹാധിഷ്ഠിതമായ സമൂഹ നിർമ്മിതിക്ക് വിദ്യാഭ്യാസ പ്രവർത്തകർ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. For the pre-university, that is extinct, it is not there. Nowadays, pre-university I studied in this college, and Father N.M. Thomas was the hostel warden. He was acquaintance of my father, so then my father entrusted me to Father N.M. Thomas. He was a very strict disciplinarian, Father N.M. Thomas. He loved the children, and he was extremely careful about the welfare, their health, their studies, everything he was concerned. He was taking in interest in those matters. Those hostel days, I feel really indebted to the Pala College and the Christianity hostel, because I feel it has really helped to a great extent in molding my career. കാലഘട്ടം ആവശ്യപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ടെന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. കരുതലും കരുണയും നന്മയും നൽകുന്ന അമ്മയുടെ സ്ഥാനമാണ് വിദ്യാലയങ്ങൾക്കുള്ളത്. മാർ ജോസഫ് ശ്രാമ്പിക്കൽ, മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, ഫ്രാൻസിസ് ജോർജ് MP, ജോസ് കെ മാണി MP, മാൻസി കാപ്പൻ MLA, മുൻ MPമാരായ ജോയി എബ്രാഹാം, ജോയി നടുക്കര, മുൻ MLAമാരായ ഡോക്ടർ KC ജോസഫ്, പ്രൊഫസർ വിജ ജോസഫ് വാഴക്കൻ, മുനിസിപ്പൽ ചെയർമാൻ ഷാജു V ദുരുത്തൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ തോംസൺ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ സ്ത്രീകളെ ആത്മാഭിമാനത്തിലേക്ക് നയിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. നാം ആഗ്രഹിക്കുന്ന സമത്വം ഇനിയും പൂർണ്ണമായും നടപ്പായിട്ടില്ല. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും അവസരങ്ങളും ലഭിക്കണം. സ്ത്രീകൾക്ക് വേണ്ടത് മാനസിക അടിമത്തത്തിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ സ്ത്രീ പുരുഷ സമത്വം സാധ്യമാവുകയുള്ളൂ എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. സ്ത്രീകളുടെ ഇമാൻസിപ്പേഷൻ, വിമോചനം, അത് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകളെ പിന്നിലേക്ക് അടിച്ചമർത്തുന്നത് എന്ന് പരിശോധിക്കാറുണ്ട്. അത് ചിലത് പൊളിറ്റിക്കലായിട്ടുള്ളതാണ്, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ സ്ത്രീകൾക്ക് ആവശ്യമാണ്. ചിലത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല. സ്വയം അധ്വാനിച്ച് ജീവിതത്തിനാവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കുകയും തങ്ങളുടെ ആഗ്രഹത്തിനും തീരുമാനത്തിനും അനുസരിച്ച് ആ പണം വിനിയോഗിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്നും സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായി. CPIM ജില്ലാ സെക്രട്ടറി AV റസൽ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഏരിയ സെക്രട്ടറി ബാബു ജോർജ്, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബിന്ദു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തങ്കമ്മ ജോർജ് കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രമ മോഹൻ, കവിത റെജി, ജില്ലാ പ്രസിഡന്റ് PR സുഷമ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീജ അനിൽ, ഏരിയ പ്രസിഡന്റ് സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി SFI യൂണിറ്റ് സെക്രട്ടറി P പാർവതിയെ യോഗത്തിൽ ആദരിച്ചു. ജനുവരി 2 മുതൽ 5 വരെ പാമ്പാടിയിൽ നടക്കുന്ന CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പോക്സോ കേസിൽ കോട്ടയം ചീരഞ്ചിറ സ്വദേശി തങ്കപ്പനെ 53 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ച് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉത്തരവിട്ടു. 83-കാരനായ ഇയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതിനാണ് ശിക്ഷ. പ്രതി 1,60,000 രൂപ പിഴ ഒടുക്കാനും കോടതി ഉത്തരവിട്ടു. പോക്സോ കേസിൽ 83-കാരന് കടുത്ത ശിക്ഷ. കോട്ടയം ചീരാഞ്ചിറ സ്വദേശി തങ്കപ്പനെ 53.5 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് ശിക്ഷ. പ്രതി 1,60,000 രൂപ പിഴ ഒടുക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷവും 3 മാസവും അധിക തടവ് അനുഭവിക്കണം. ചങ്ങനാശ്ശേരി പോലീസാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PS മനോജ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KPPA സംസ്ഥാന സമ്മേളനത്തിന് പാലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. മുനിസിപ്പൽ ചെയർമാൻ ഷാജു V തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. KPPA സംസ്ഥാന സമ്മേളനത്തിന് പാലാ കിഴതണ്ടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി KV പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR ദിലീപ് കുമാർ, CPIM ജില്ലാ സെക്രട്ടറി അംഗം ലാൽച്ചൻ ജോർജ്, INTUC ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജോസഫ്, BMS ദേശീയ സമിതി അംഗം KK വിജയകുമാർ, സനൽസി ആലപ്പുഴ, KP സണ്ണി, A ജാസ്മിമോൾ, PP അനിൽകുമാർ, K ലീന, മഹേഷ് പള്ളിയാൽത്തുരി തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. തുടർന്ന് പ്രവർത്തകരെ ആദരിക്കലും നടന്നു. തുടർന്ന് ടൗണിൽ കൂടി ഫാർമേഴ്സ് അസോസിയേഷന്റെ റാലിയും നടന്നിരുന്നു. നാളെ രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയത്ത് നടക്കുന്ന മറൈൻ മിറാക്കിൾസ് അക്വാട്ടിക് ഷോ കാണാൻ ജനത്തിരക്കേറി. ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ, വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡബിൾ അക്രിലിക് അക്വേറിയം, അണ്ടർ വാട്ടർ സൂറെയിൻ എക്സ്പോ, അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ, AI റോബോട്ടിക് ഷോ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. കൂടാതെ കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ടുകൾ, വിവിധ സ്റ്റാളുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും രാവിലെ 11 മുതൽ രാത്രി 9 വരെയും മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 9 വരെയുമാണ് പ്രദർശന സമയം. പ്രദർശനം ജനുവരി 30-ന് സമാപിക്കും. ഈ യുഗം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോബോട്ടിക്സിന്റെ കാലമാണ്. അപ്പൊ ഇതില് നമ്മളൊരു അതിഥിനെ കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടയത്ത്. അതിനെ പരിചയപ്പെടുത്താം. ബെൻ എന്നൊരു നായ്ക്കുട്ടി. ഇതൊരു ഡോഗ് ഷോ അല്ല, ഇറ്റ്സ് എ റോബോട്ടിക് ഷോ, റോബോട്ടിക് ഡോഗ് ഷോ. അതെന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ സെക്യൂരിറ്റി സർവൈലൻസിന്റെ രംഗത്ത് എന്തൊക്കെ ഈ റോബോട്ടിക് ഡോഗ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രകടനവും കൂടിയാണ് റോബോ മിറാക്കിൾസ് എന്ന പ്രസ്ഥാനം. കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള റോബോ മിറാക്കിൾസ് എന്ന പ്രസ്ഥാനം
അവിടെ അവതരിപ്പിക്കുന്നത്. അഖിലേന്ത്യാ പുരുഷ വനിതാ 3x3 ബാസ്കറ്റ്ബോൾ മത്സരത്തിന് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ തുടക്കമായി. രാജ്യത്തെ 60 സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. അഖിലേന്ത്യാ ഇന്റർ യൂണിവേഴ്സിറ്റി പുരുഷ വനിതാ 3x3 ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ MLA മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള 60 സർവകലാശാലകളിലെ പുരുഷ വനിതാ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ മത്സരത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിൽ നടക്കുന്ന ലോക സർവകലാശാല മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമിനെ തെരഞ്ഞെടുക്കും. മത്സരം 31-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ശ്രീ ഭദ്രാക്ഷേത്രത്തിലെ തിരുവുത്സവം 3-ാം ദിവസത്തിലെത്തി. രാവിലെ നടന്ന ഉത്സവ ബലി കണ്ടു തൊഴാൻ നിരവധി ആളുകൾ ക്ഷേത്രത്തിലെത്തി. ചിറക്കടവ് ശ്രീ ഭദ്രക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 26 മുതൽ 31 വരെയാണ് ഉത്സവം. 31 ചൊവ്വാഴ്ചയാണ് തിരുവാറാട്ട്. 3-ാം ഉത്സവ ദിനമായ ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉത്സവ ബലി നടന്നു. ഉത്സവ ബലി കണ്ടു തൊഴാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് നടന്ന ഭക്തിഗാനമേള ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. അഞ്ചാം ഉത്സവമായ തിങ്കളാഴ്ചയാണ് പള്ളിവേട്ട. ചൊവ്വാഴ്ച നടക്കുന്ന തിരുവാറാട്ടോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഒക്കിനാവോ ഷോറിൻ റിയോ കരാട്ടെ അസോസിയേഷന്റെ 10ാമത് വാർഷികാഘോഷം പൊൻകുന്നം മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ നടന്നു. ചടങ്ങിൽ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗും കളർ ബെൽറ്റ് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഒക്കിനാവോ ഷൊറിൻ റിയോ കരാട്ടെ അസോസിയേഷന്റെ 10ാമത് വാർഷിക സമ്മേളനവും ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗും നടന്നു. പൊൻകുന്നം മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ കളർ ബെൽറ്റ് ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് അവാർഡ് വിതരണവും ചെയ്തു. ചടങ്ങിന്റെ മുന്നോടിയായി ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികളുടെ ഡെമോൺസ്ട്രേഷനും നടന്നു. മാസ്റ്റർമാരായ റെൻഷി, CB ജോസഫ് എന്നിവരുടെ ശിക്ഷണത്തിലാണ് കരാട്ടെ പരിശീലനം. കരാട്ടെ അഭ്യസിച്ച കുട്ടികളുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാട് തേനിയിൽ വാഹനാപകടം. 3 കോട്ടയം സ്വദേശികൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. അപകടം വേളാങ്കണ്ണിക്ക് പോയി മടങ്ങി വരും വഴി. പാലാ കുമ്പാനിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ട് 17-കാരന് ദാരുണാന്ത്യം. ആഗോള പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന് സാക്ഷ്യം വഹിച്ച പാലാ സെന്റ് തോമസ് കോളേജ്. വ്യക്തിത്വ രൂപീകരണത്തിൽ കലാലയങ്ങളുടെ പങ്ക് വലുതെന്ന് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. സ്ത്രീകളെ ആത്മാഭിമാനത്തിലേക്ക് നയിച്ചത് ഇടതു പ്രസ്ഥാനങ്ങളെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ശൈലജ. CPIM മഹിളാ അസോസിയേഷൻ വനിതാ സംഗമം സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.